ചങ്ങായിമാരെ, അപ്പോൾ സംഭവം നമ്മുടെ MVD വീണ്ടും ടൂറിസ്റ്റ് ബസ്സുകളെയൊക്കെ പിടിച്ചു നിർത്തിയിട്ട് അതിലെ ആൾട്രേഷൻ വർക്കുകളൊക്കെ കണ്ടെത്തിയിട്ട് ഭീമമായ ഫൈനും അതേപോലെ തന്നെ അതിൻ്റെ RCയും പിന്നെ പെർമിറ്റും എല്ലാം റദ്ദാക്കുന്ന തരത്തിലാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് മെയിനായിട്ട് ബാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് ബസ് മേഖലയിലെ തന്നെയാണ്. കാരണം ലൈറ്റ് വർക്ക് അതേപോലെ പാട്ട് ഇതൊന്നും ഇല്ലാണ്ട് ഒരു ടൂറിസ്റ്റ് ബസ് നിരത്തിലിറക്കുമ്പം ആരും കയറാനൊന്നും പോകുന്നില്ല. അത് പണ്ട് മുതലുള്ള കല്യാണ ബസ്സുകളിൽ നിങ്ങൾ കാണുന്നില്ല, വീഡിയോ കോച്ച് അങ്ങനെ DTS എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കൊടുത്തിട്ടാണ് ആൾക്കാർ കയറുന്നത്. ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിരോധിച്ചാൽ ടൂറിസ്റ്റ് ബസ്സുകളിലൊന്നും ആരും കയറില്ല, സ്വന്തം വാഹനം എടുത്തിട്ട് പോകും. അതേപോലെ സ്കൂൾ ടൂറുകളിൽ തന്നെ ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ടൂർ എന്തിനാണ്, ഒരു എൻജോയ്മെൻ്റ് അല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ പല ഡ്രൈവേഴ്സും ടൂറിസ്റ്റ് ബസ് ഡ്രൈവേഴ്സും പിന്നെ എന്താ പറയണ്ടേ, ശ്രദ്ധയില്ലാതെ അപകടം നടത്തിയതിന് ശേഷമാണ് MVD കൂടുതൽ റൂൾസ് സ്ട്രിക്റ്റ് ചെയ്തത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ ഇത് കേരളത്തിൽ മാത്രമേ ഇത്രയും റൂൾസുകളുള്ളൂ, കഠിനമായിട്ടുള്ള റൂൾസുകളുള്ളൂ എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ഒക്കെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ അവർ പറഞ്ഞത് നമുക്ക് കേരളത്തിൽ വരാൻ പേടിയെന്നാണ്. മനസ്സിലായാൽ നിങ്ങൾക്ക്? കേരളത്തിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഉള്ള ആൾട്രേഷൻ വർക്കുകൾക്ക് മൊത്തം ഫൈൻ അടിച്ച് നൽകുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ പല വണ്ടികളും പിന്നെ കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ ഇതിലും ഭീമമായ എന്താ പറയണ്ടേ സാമഗ്രികളൊക്കെ ഫിറ്റ് ചെയ്തിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അവിടെയൊന്നും വലിയ പ്രശ്നങ്ങളില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ മറ്റുള്ള മരുന്നുകൾക്കൊന്നും തടയിടാതെ ഇതുപോലെയുള്ള വണ്ടികൾക്കൊക്കെ ആൾട്രേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അടിച്ചു തരുന്ന ഫൈനുകൾ, അതുകൊണ്ടൊന്നും യാതൊരു കാര്യമൊന്നുമില്ല. ജസ്റ്റ് എന്ന് വെച്ചാൽ ഒരു അപകടം നടന്നെന്ന് വെച്ചിട്ട് മൊത്തത്തിൽ ഒരു മേഖലനെ തന്നെ തുടച്ചു നീക്കുന്ന ഒരു പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. പിന്നെ പണ്ട് മുതൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോ കോച്ച് അതൊക്കെ കല്യാണ ബസ്സുകളിലൊക്കെ അത് വെക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ലൈറ്റ് വർക്കുകൾ കുറച്ചിട്ട് എടുക്കുകയെന്നല്ലാണ്ട് അതിൻ്റെ പെർമിറ്റ് കാര്യങ്ങളൊക്കെ റദ്ദ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ അവർക്കും ജീവിക്കണ്ടേ. എല്ലാവർക്കും ഒരേപോലെ ഇവരെ പോലെ ഉള്ള എന്നാൽ പിന്നെ എല്ലാവർക്കും സർക്കാർ ജോലി കൊടുക്കും, അതുമില്ല. എഴുതിയവർ മൊത്തം എന്താ പറയണ്ടേ മറ്റു പല കളക്കാനും പിന്നെ എന്താ പറയണ്ടേ തൊഴിലുറപ്പിനും മറ്റുള്ളതിനൊക്കെയാണ് പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമുക്ക് സർക്കാർ ജോലി എഴുതിയിട്ട് കിട്ടുന്നില്ല, മറ്റു പല പിന്നെ ജോലിയും പിന്നെ നമ്മൾ തന്നെ നോക്കി പോകുമ്പം അതിനൊക്കെ തടയിടുമ്പം ഇത് വല്ലാത്തൊരു പ്രശ്നമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതേപോലെയുള്ള ഈ ആൾട്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിടിക്കുന്നതിന് കുറച്ചൊരു മയം കൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. അവരെ ഒന്ന് ജസ്റ്റ് അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിലെ ലൈറ്റുകൾ കുറക്കാനും ഇതാക്കാനും പറയുക. അല്ലാണ്ട് ഇത് പെർമിറ്റുകൾ ക്യാൻസൽ ചെയ്താൽ പിന്നെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര നെട്ടോട്ട് ഓടണം. ഇത് ട്രാവലറിനെയും അതേപോലെ തന്നെ ടൂറിസ്റ്റ് ബസ്സുകളിൽ മൊത്തം വരുന്ന എല്ലാ വാനുകളിലും ഇത് ബാധിക്കും. അതുകൊണ്ട് പിന്നെ എന്താ പറയണ്ട, വേറെ എന്തെങ്കിലും പണിക്ക് പോകേണ്ടി വരും. പറ്റാത്ത പണിക്കാർക്ക് മിക്കവാറും പോകേണ്ടി വരുമോ. അവർക്ക് പറ്റുന്ന പണി ചെയ്യുന്നുണ്ട്, പക്ഷേ വിടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള റോഡ് നിയമങ്ങൾ മറ്റുള്ള ലഹരിയൊക്കെ തുടച്ചു നീക്കുന്നതാണെങ്കിൽ ഇതിലും ബെറ്ററായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതായത് റോഡ് നിയമത്തിന് വേണ്ട ഒരു സ്ട്രിക്റ്റ് ലഹരിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയും ബെറ്ററാണ് കാര്യങ്ങൾ.